ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണ രാഗം ആനന്ദഭൈരവി. ആനന്ദഭൈരവി 20ാമത്തെ മേളകർത്ത രാഗമായ നടഭൈരവിയിലാണ് ജന്യം. ഇതിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത് സഗരി ഗമ പദ പസ സനിധ പമഗരി സ സഗരി ഗമ പദ പസ സനിധ പമഗരി സ. ഇതാണ് ഇതിന്റെ ആരോഹണാവരോഹണങ്ങൾ വരുന്നത്. സ്വരസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ഷഡ്ജം, ചൽശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, ചൽശ്രുതി ദൈവതം, കൈശികി നിഷാദം ഇത്രയാണ് വരുന്നത്. ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. എല്ലാ സ്വരങ്ങളും ഈ രാഗത്തിൽ വരുന്നുണ്ട്. വക്രായിട്ടാണ് വരുന്നത് എന്ന് മാത്രം. സഗരിഗമ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ രാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം. അതും തന്നെ ശൃംഗാരവേലൻ വന്ത ശൃംഗാരവേലവൻ വന്ത എന്നിട്ട് പാപനാഥ ശിവന്റെ ഒരു കൃതി. അതുപോലെ തന്നെ സ്വാതിരുന്നാളിന്റെ ക്ഷൂപൂര ലയ മമയി ഒരു കൃതി. അതുപോലെ തന്നെ നീക്കേ തലിയക്ക കൊണ്ട് ത്യാഗരാജസ്വാമികളുടെ ഒരു കൃതി. മറ്റ് ശ്യാമശാസ്ത്രികളുടെ ഒരു കൃതി. ഓ ജഗദംബ, ഇതും ശ്യാമശാസ്ത്രികളുടെ തന്നെ ഒരു കൃതിയാണ്. പാഹി ശ്രീഗിരിരാജസുരേ കരുണാകലിതേ ഒരു കൃതി. ഹിമാചലതനയ, ഇതും ശ്യാമശാസ്ത്രികളുടെ തന്നെ ഒരു കൃതിയാണ്. മാനസ ഗുരുഗുഹ രൂപം ഭജരേ. ഈ ഒരു കൃതി ഇത് മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതിയാണ്. ആനന്ദേശ്വരേണ സംരക്ഷതു മാം, ഈ ഒരു കൃതി. ത്യാഗ രാജ യോഗവൈഭവം, ഈ ഒരു കൃതി. ഇതും മുത്തുസ്വാമി ദീക്ഷിതരുടെ തന്നെ ഒരു കൃതിയാണ്. അടുത്തത് പെരിയസ്വാമി തൂരന്റെ ഒരു കൃതിയുണ്ട്. സമഗാന പ്രിയേ അംബ സമഗാന പ്രിയേ അംബ സമഗാന പ്രിയേ അംബ, ഈ ഒരു കൃതി. അടുത്തത് മുത്തുസ്വാമി ദീക്ഷിതരുടെ കമലാംബാംസം രക്ഷതു മാം ശ്രീ കമല നഗര നിവാസിനി, ഈ ഒരു കൃതി. അതുപോലെ പാലുക്കേ ബംഗാരമായേന, ഈ ഒരു കൃതി ഭദ്രാചല രാമദാസരുടെ ഒരു കൃതി.
ഇത്രയൊക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ആനന്ദഭൈരവി രാത്രിയുള്ള കൃതികൾ. ഇനി നമുക്ക് കുറച്ച് സിനിമാ പാട്ടുകൾ നോക്കാം. സിനിമാ പാട്ടുകൾ പറയുമ്പോൾ ആദ്യം തന്നെ പാർത്ത മുതൽ നാളെ ഉന്നെ പാർത്ത മുതൽ നാളെ കാച്ചി പിഴை പോലെ കാച്ചി പിഴை പോലെ ഈ ഒരു പാട്ട്. അതുപോലെ അൻപെன்ற മഴയിലെ അഖിലങ്ങൾ നനയുവേ അതിരൂപൻ തോன்றினானே ഈ ഒരു പാട്ട്. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം പേനി എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയായി ഈ ഒരു പാട്ട്. അടടി അടടടിയാനിലക്കിളിയെ കാലിൽ ചിലമ്പ് തുള്ളുന്ന താളത്തിലടടിയേ ഈ ഒരു പാട്ട്. ആറാട്ടിനാനകളെഴുന്നള്ളി ഈ ഒരു പാട്ട്. ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം ആലിന്നു ചേർന്നൊരു കുളവും വേണം ഈ ഒരു പാട്ട്. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ ഈ ഒരു പാട്ട്. അതുപോലെ തന്നെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി ഈ ഒരു പാട്ട്. കാവേരി തീരത്തെ കളമെഴുതും മുറ്റത്തെ ഈ ഒരു പാട്ട്. കൈ നിറയെ വെണ്ണ തരാം കവിളിലൊരുമ്മ തരാം കണ്ണൻ കവിളിലൊരുമ്മ തരാം ചെത്തി മന്ദാരം തുളസി പിച്ചകമാലക ചാർത്തി ഈ ഒരു പാട്ട്. നിനയ്ക്കും നിലാവേ കുളിക്കും പുഴയ്ക്കുമീ ഒരു പാട്ട്. പച്ചമല പനങ്കുരുവി ഒരു പാട്ട്. പഴനിമല കോവിലിലെ പാൽക്കാവടി ഒരു പാട്ട്. പൊന്നുണ്ണി ഞാൻ നിന്റെ നെഞ്ചോരം ചേർത്തു ഞാൻ അമ്മേ ഒരു പാട്ട്. പ്രായം തമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി ഒരു പാട്ട്. മകര നിലാവിൽ മധുരവുമായി ഒരു പാട്ട്. മഞ്ജുത്തര ശ്രീലതികാഗൃഹത്തിൽ എൻ കഞ്ചലോചന നിന്നെ കാത്തിരിപ്പൂ ഞാൻ കാത്തിരിപ്പൂ ഈ ഒരു പാട്ട്. പാൽ കണ്ണെഴുതിയ മകര നിലാവിൽ മാമ്പൂ മണമൊഴുകി ആതിരവിരിയും സതിരൂഞ്ഞാലായി തുളസി കതിരാടി വാർമുടിയുലയുകയായി നോപുരമുണരുകയായി വാർമുടിയുലയുകയായി ഈ ഒരു പാട്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ ഒരു പാട്ട്. സാരികെ നിന്നെ കാണാൻ
താരകം താഴെ വന്നു ആശംസയേകനിന്റെ സ്നേഹവും പോന്നു. കണ്ണിനും കണ്ണല്ലേ നീ ഒരു പാട്ട്. വിരവിര മരവിപോ ഈ ഒരു പാട്ട്. താനേ പൂവിട്ട മോഹം മോഹം ഇതുമ്പും നേരം ഈ പാട്ട്. ചിറ്റോളം തുളുമ്പുന്ന മന്ദാരക്കടവത്തെ പൊന്നോരം പോന്നൊരു തമ്പുരാട്ടി നിന്റെ കുപ്പിവളക്കിലുക്കം ഒരു പാട്ട്. ആറ്റൊന്നൊറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി ഒരു പാട്ട്. മകരനിലാവിൽ മധുരവുമായി ഒരു പാട്ട്. ഗോകുലത്തിൽ താമസിക്കും ഗോപപാലൻ ദേവൻ ഒരു പാട്ട്. കണി കാണും നേരം കമല നേത്രന്റെ ഇതൊരു രാഗമാലികയാണ്. മോഹനം, ആനന്ദഭൈരവി, ആരബി, ഹിന്ദോളം, വസന്ത എന്നീ രാഗങ്ങളാണ് ഇതിൽ വരുന്നത്. പമ്പാ ഗണപതി പാലിന്റെ അധിപതി ഈ ഒരു പാട്ട് വരുന്നത് ഗരഹരപ്രിയും ആനന്ദഭൈരവി രാഗമാണ്. ശ്രീപാദം രാഗാർദ്രമായി ഈ ഒരു പാട്ട് ആരവി, ആനന്ദഭൈരവി, കല്യാണി, ഹംസധ്വനി, സാരംഗ, കാപ്പി, മോഹനം എന്നീ രാഗങ്ങളാണ് വരുന്നത്. അടുത്തത് സന്നിധാനം ദിവ്യ സന്നിധാനം ശ്രീശബരീശ്വര സന്നിധാനം. ഇത് കമാസ്, ചക്രവാകം, ആനന്ദഭൈരവി എന്നീ രാഗങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ സിന്ധു ഭൈരവി രാഗരസം ഇതും ഒരു രാഗമാലികയാണ്. സിന്ധു ഭൈരവി, കല്യാണി, ഹിന്ദോളം, ആനന്ദഭൈരവി എന്നീ രാഗങ്ങളാണ് ഈ ഒരു പാട്ടിൽ വരുന്നത്. ഇത്രയൊക്കെയാണ് ആനന്ദഭൈരവി രാഗത്തിലുള്ള കുറച്ച് സിനിമാ പാട്ടുകളും കൃതികളും ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.